ഒരു രാജ്യത്ത് ജയിലിലടക്കപ്പെട്ട 2 തടവുകാരെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ രാജാവ് കൽപ്പിച്ചു. ശിക്ഷ വിധിക്കുന്ന ദിവസം ഈ 2 തടവുകാരോടും അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തടവുകാരൻ പറഞ്ഞു. അദ്ദേഹം നല്ല കുതിര സവാരിക്കാരനായിരുന്നു. കുതിരകളെ മനോഹരമായി പരിശീലിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാനൊരു കുതിര പരിശീലകൻ. രാജാവിനാണെങ്കിൽ കുതിരകളോട് വലിയ താല്പര്യവും കുതിര സവാരിയുടെ കേമത്വം നിരന്തരം പറയുന്ന ഒരാളുമായി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാനൊരു കുതിര പരിശീലകനും കുതിരയോട്ടക്കാരനും. അങ്ങേക്ക് ധാരാളം നല്ല കുതിരകളുണ്ട്. അതിലുള്ള ആ ബ്രൗൺ കളർ കുതിര ഒരു പ്രത്യേക തരം കുതിരയാണ്. എനിക്ക് നിങ്ങൾ ഒരു വർഷക്കാലം എൻ്റെ മരണശിക്ഷ നീട്ടിത്തരികയാണ് എങ്കിൽ ആ ഒരു വർഷം കൊണ്ട് ആ കുതിരയെ പരിശീലിപ്പിച്ച് അതിന് പറക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിശീലനം കൊടുക്കാൻ എനിക്ക് സാധിക്കും. രാജാവ് അത് വിശ്വസിച്ച് അയാൾക്കൊരു വർഷക്കാലത്തേക്ക് മരണശിക്ഷ മാറ്റിവെച്ചു. കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരൻ ഈ കുതിര പരിശീലകനായ തടവുകാരനോട് പറഞ്ഞു, നീ നിന്റെ മരണശിക്ഷ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ലേ അത്തരത്തിലുള്ള കളവ് പറഞ്ഞതിരുന്നു? അപ്പോൾ ആ തടവുകാരൻ പറഞ്ഞു, അല്ല, എന്നിലെ 3 പ്രതീക്ഷകളാണ് അത്തരത്തിലുള്ള ഒരു വാക്ക് രാജാവിനോട് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഏതൊക്കെയെന്നാൽ, ഒരു പക്ഷേ ഈ വർഷത്തിനകം വൃദ്ധനായ ആ രാജാവ് മരണപ്പെട്ടേക്കാം. അല്ല എങ്കിൽ ഈ ഒരു വർഷത്തിനിടയിൽ ആ കുതിര ചത്തേക്കാം. അതുമല്ല എങ്കിൽ ഞാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ആ ബ്രൗൺ കളർ കുതിരയെ പറക്കാൻ പഠിപ്പിച്ചേക്കാം. ഇതുമല്ലാത്ത ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിനുവേണ്ടി എനിക്ക് ഈ നീട്ടിക്കിട്ടിയ ഒരു വർഷക്കാലം ആലോചിക്കാനും പുതിയ സ്റ്റെപ്പുകൾ എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജീവിതം ഇനി മുന്നോട്ട് പോകില്ല, അവസാനിപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്നിടത്ത് ഇതുപോലെയുള്ള ഒരുപാട് സാധ്യതകളെ നാം തേടണം. കാലങ്ങൾ മാറി മറിഞ്ഞേക്കാം. പ്രകൃതിയിലും കാലാവസ്ഥയിലുമൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നേക്കാം. നമ്മുടെ ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടും ഈ പ്രയാസവും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിഷയവുമൊക്കെ ഒരുപക്ഷെ അടുത്ത നിമിഷത്തിൽ തന്നെ മാറിയേക്കാം. മാറ്റമെന്നത് പ്രകൃതിയുടെ നിയമമാണെന്ന് വിശ്വസിക്കുക. സർവശക്തനായ തമ്പുരാന് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. പ്രതീക്ഷകളെല്ലാം അവസാനിക്കുമ്പോഴാണ് ആളുകൾ ആത്മഹത്യയിലേക്കും ജീവനൊടുക്കുന്നതിലേക്കും ഒക്കെ പോകും. ഇന്ന് സെപ്റ്റംബർ 10-ാം തീയതി വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ മനുഷ്യർക്കും പ്രതീക്ഷ നൽകാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ മാറ്റം വരുമെന്ന വിശ്വാസത്തോടെ സർവശക്തനായ തമ്പുരാന്, നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച സർവശക്തനായ തമ്പുരാന് ഒരു നിമിഷം മതി ഇപ്പോഴുള്ള ഈ നമ്മുടെ സാഹചര്യത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ എന്ന ഉത്തമ വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം.